SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയയ്ക്ക് തുടക്കം. SKN40 രണ്ടാം ഘട്ടമായി ജ്യോതിർഗമയയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് മന്ത്രി MP രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിന് ആശംസ നേർന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്നതാണ് ഒരു വർഷം നീളുന്ന പ്രചാരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN40 രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. അന്ന് കണ്ട പല കാര്യങ്ങളും നമ്മളെ നടുക്കി. നമ്മൾ പലതും ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഏറ്റവും അവസാനത്തെ MDMA-കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മളിന്നിവിടെ തുടക്കമിടുകയാണ്. വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. പ്രചാരണ പരിപാടിക്ക് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി രണ്ടാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി MP രാജേഷ് അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജ്യോതിർഗമയയ്ക്ക് ആശംസ നേർന്നു. 24-ൽ രാവിലെ 11-ന് തുടങ്ങിയ ജ്യോതിർഗമയയിൽ വിവിധ കലാപരിപാടികളും കുട്ടികളുടെ സിംപോസിയവും നടന്നു. സംസ്ഥാനത്തെ 1001 സ്കൂളുകളിലും കോളേജുകളിലുമായി ഒരു വർഷം നീളുന്ന പരിപാടികളോടെയാണ് ജ്യോതിർഗമയ സംഘടിപ്പിക്കപ്പെടുന്നത്. അറിവാണ് ലഹരി എന്ന് കേരളത്തെ പഠിപ്പിച്ച മഹാഗുരു പ്രൊഫസർ MK സാനുവിന് പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ജ്യോതിർഗമയയ്ക്ക് തുടക്കം കുറിച്ചത്. ലഹരിയിൽ നിന്ന് മുക്തി നേടിയവർ അടക്കമുള്ളവർ പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് 24.